ഹായ് ഹലോ നമസ്കാരം. ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരാൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങി. ജോലിയും ജസ്റ്റിനൊക്കെ വലിയ സന്തോഷത്തിലാട്ടോ കാണാൻ പോകുന്നതിൻ്റെയും കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നതിൻ്റെയൊക്കെ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു 2 ആഴ്ചയായിട്ട് സ്വൈര്യം തരുന്നില്ലായിരുന്നു. ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴാണ് വരിക, എപ്പോഴാണ് വരിക. അവരത്രയ്ക്കധികം കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറിയാലോ എത്ര പ്രിയപ്പെട്ടതായിരിക്കും നമുക്കെന്ന്. അങ്ങനെ മോസ്കിൻ്റെ കയ്യിലെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ഭംഗിയില്ലേ മോസ്ക് രാത്രി കാണാൻ, നല്ല വെട്ടൊക്കെ ആയിട്ട്. നേരി കാണുമ്പോൾ ഇതിലും ഭംഗിയാട്ടോ. അങ്ങനെ നമ്മൾ എത്തി, അബുദാബി എയർപോർട്ടിലെത്തി, ലാൻഡ് ചെയ്തു. അവൻ താഴെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, ഞാൻ ഒരുപാട് സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. എൻ്റെ അനിയൻ, ഇതാണ് എൻ്റെ അനിയൻ. എനിക്ക് ഒരേ ഒരു അനിയനേ ഉള്ളൂ. എൻ്റെ അനിയനാണ് വരുന്നത്, എൻ്റെ എഞ്ചിത്തിൻ്റെ അളിയൻ. അങ്ങനെ അളിയനും കണ്ടുമുട്ടി. ഭയങ്കര സന്തോഷമായി. അളിയ എങ്ങനെയാ കൂടുന്നില്ലേ എന്ന് ചോദിച്ച ആ നിമിഷം ഇവിടെ പറന്നെത്തും. അവൻ ഖത്തറിലാട്ടോ വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് വരും. കഴിഞ്ഞ കൊല്ലം ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് ഈ വർഷം വീണ്ടും വന്ന. അപ്പോൾ അവൻ എനിക്ക് വൈനാട്ടോ കൊണ്ടുവന്നത്. ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. എനിക്ക് വൈൻ, കുഞ്ഞുങ്ങൾക്ക് കുറേ ചോക്ലേറ്റുകൾ, പിന്നെ ചേട്ടായിക്ക് അവൻ കൊണ്ടുവയ്ക്കുന്ന ഈ പ്രാവശ്യം ഒരു വാച്ചാട്ടോ. അങ്ങനെ നിറച്ച് ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ കുറേ ഡ്രസ്സുകൾ, പിള്ളേർക്ക് കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആൾക്ക് ഒരബദ്ധം പറ്റി, എടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് സൈസ് ഇത്തിരി വലുതായിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ നൈറ്റിലേക്ക് ഇന്ന് അവന് വേണ്ടി ബീഫുണ്ട്, കപ്പ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ കപ്പ ബിരിയാണി, ചർലാസും അച്ചാറും ഒക്കെയായിരുന്നു വൈകിട്ട് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ജോലിയും ജസ്റ്റിനൊക്കെ ചോക്ലേറ്റ് കഴിക്കലാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് 2 ചോക്ലേറ്റൊക്കെ പൊട്ടിച്ച് അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പറയാനറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇപ്പോഴും അതെ, ഞങ്ങളെല്ലാം ഒരു ചോക്ലേറ്റ് ലവേഴ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചോക്ലേറ്റ് നിറച്ച് കൊണ്ടുവന്നേക്കുന്നത്. പിള്ളേരാണെങ്കിലും ഒരുപാട് ചോക്ലേറ്റ് കഴിക്കും, ഞാനാണെങ്കിലും ചോക്ലേറ്റ് കഴിക്കാറുണ്ട്. അപ്പോൾ അത്രയോളം ടാറ്റാ ബൈ.